ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. ഹോണ്ട ട്വിസ്റ്റർ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ജന സർവീസായിട്ടൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ കംപ്ലയിൻറ്റുകൾ സെൽഫ് വർക്ക് ചെയ്യുന്നില്ല, അതുപോലെ എൻജിൻ ഓയിൽ മാറ്റാൻ, 2 ബ്രേക്ക് ചെക്ക് ചെയ്യാൻ, പിന്നെ ലെഫ്റ്റ് സൈഡ് മിറർ മാറ്റാനൊക്കെയാണ്, ചെയിൻ ലൂബ് ചെയ്യാനൊക്കെയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ചെയിനൊക്കെ നല്ല രീതിയിൽ ലൂസുണ്ട്. അപ്പോൾ ചെയിനൊന്ന് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് അത് ലൂബ് ചെയ്തിട്ടൊന്ന് റീസെറ്റ് ആക്കാം. വാഷ് ചെയ്തിട്ടൊന്ന് വേണം ലൂബ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ബാറ്ററി നമ്മൾ അയച്ച് ചാർജിങ്ങിലേക്ക് ഇട്ടിട്ടുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് മിണ്ട പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറവുണ്ട്. എഞ്ചിൻ ഓയിൽ ഒരു മാറ്റാൻ വൈകിട്ടാണോ അതോ വണ്ടി മാറ്റാൻ വൈകിട്ട് കുറഞ്ഞതാണോ അതോ ഓയിൽ കത്തിപ്പോയിട്ട് കുറഞ്ഞതാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഒരു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ കുറവുണ്ടെങ്കിൽ നമുക്കതറിയാം. അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ അതൊരു കംപ്ലയിൻ്റാണ്. അപ്പോൾ അതിന് നമുക്ക് കംപ്ലയിൻറ്റ് പരിഹരിച്ച് പോകും. അതൊക്കെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാം. പക്ഷേ ഇതിലേക്ക് നമ്മൾ പുതിയ എഞ്ചിൻ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പുക വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ട, ഫ്രണ്ട് വീലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. വേറെ പിന്നെ മിറർ മാറ്റാനും അതൊക്കെ തന്നെയുള്ളൂ. അതായത് ഒരു മൈനറായിട്ടുള്ള ഒരു ചെക്കപ്പാണ്, അത്രയൊക്കെ തന്നെയല്ലോ. അപ്പോൾ ഞാൻ അത് കഴിയുമ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്യാം. ഏതാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെയിനൊന്ന് വാച്ച് ചെയ്തിട്ടൊന്ന് ലൂബ് ചെയ്യണം. ഓക്കെ.